മൂന്നാഴ്ചക്കാലമായി സൈബർ സഖാക്കൾ കഴിഞ്ഞാട്ടം നടത്താൻ കിട്ടിയ ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടം കേസ്. എന്നാൽ സമരം നടത്തിയവരെയും രാഹുൽ മാങ്കൂട്ടത്തെയും കേരളം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതോടെ പിണറായി വിജയനും റിപ്പോർട്ടർ ചാനലും ഇളിഭ്യരായി മാറിയ ഒരു കേസായി ഇത് മാറിക്കഴിഞ്ഞു. അതായത് ആരും പരാതി പോലും നൽകാനില്ലാഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻ നടക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. പരാതി നൽകിയവരുടെയും യുവതികളുമായി സംസാരിച്ചവരുടെയും വരെ മൊഴിയെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പരാതി നൽകിയവർ എന്ന് പറയുന്നത് ഈ ഗർഭവുമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു സ്ഥിതിയാണുള്ളത്. ആരോ പറഞ്ഞ് ആരുടെയോ വാക്ക് കേട്ട് അവർ പറയുന്നതിനനുസരിച്ച് വീട്ടിലിരുന്ന് തയ്യാറാക്കിയ പരാതി ഇമെയിൽ വഴി DGP അടക്കമുള്ളവർക്ക് അയച്ചു കൊടുത്തവരെയാണ് ഈ പരാതിക്കാർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ യുവതികളുമായി സംസാരിച്ചവരുടെയും മൊഴിയും എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു യുവതിയുമായി എത്ര പേർ സംസാരിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപ്രകാരം ഒരു 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അതായത് ഒന്നിനും ഒരു ആധികാരികതയേ ഇല്ല. അതുകൊണ്ട് തന്നെ മുഖ്യൻ്റെ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്, പാതി വഴിയിൽ നിൽക്കുകയാണ്. അത് FIRൽ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പലരെയും ഗർഭിണിയാക്കിയെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് FIR പറഞ്ഞ് കേൾക്കുന്നത്. ഇതെല്ലാം എത്ര വിചിത്രവും ഒരു MLAയെ കൊണ്ട് കേരളത്തിൽ ചെയ്യാൻ സാധിക്കാത്തതുമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ വെറും പുകയാണെന്നും രാഷ്ട്രീയ താല്പര്യമാണെന്നും കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനും റിപ്പോർട്ടർ TVയുമാണ് ഇപ്പോഴത്തെ ഗർഭത്തിൻ്റെ ആവശ്യക്കാർ എന്ന് പറയേണ്ടി വരും. ബാക്കി എല്ലാവരും ഇത് വിട്ടുകളഞ്ഞിരിക്കുന്നു. CPMകാർക്ക് തന്നെ ഈ കേസ് വേണ്ടാതെയായി. എന്നാൽ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഗർഭവും അന്വേഷിച്ച് നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്നും റിപ്പോർട്ടർ ചാനൽ പറയുന്ന യുവതികളുടെ ചികിത്സാ രേഖകളാണ് ശേഖരിക്കാൻ പോകുന്നത്. ഇതിനുശേഷം ഇരകളായ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തും. ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദരേഖയും ചാറ്റുകളും റിപ്പോർട്ടർ TVയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പീഡനത്തിൻ്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കിണഞ്ഞു മറിഞ്ഞുള്ള പരിശ്രമം നടക്കുന്നത്. രാഹുലിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ച് കഴിഞ്ഞു. സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു, അതുപോലെ തന്നെ സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി, ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തിയ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 പേരുടെ പരാതികളാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. BNS 78/2, 351, പോലീസ് ആക്ട് 120 എന്ന വകുപ്പുകളാണ് രാഹുലിനെതിരെ FIRൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും മാങ്കൂട്ടം എന്ന പേരും ഗർഭചിത്രം എന്ന വാക്കും കേട്ട് മലയാളികൾ മടുത്തിരിക്കുന്നു. പീഡനം അനുഭവിച്ച ഒരാളെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടി ഈ കേരളം സമരം ചെയ്തേനെ. ഇത് ഒരു യുവനേതാവിനെ നശിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി റിപ്പോർട്ടർ എന്ന ചാനലിൻ്റെ സഹായവും തേടി രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെട്ടിട്ടും ഒന്നും ഒരു ചുക്കും ചെയ്യാനായില്ല, വിജയിക്കാനായില്ല എന്നത് വളരെയധികം നാണക്കേട് തന്നെയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ പരാതിക്കാരെ കണ്ടെത്താൻ നടന്ന അന്വേഷണ സംഘത്തിന് ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വെറും പരാതി മാത്രം പോരാ, ഒരു ഗർഭവും വേണം. ഈ പിണറായി സംഘത്തിൻ്റെ ഓരോ കാര്യം വലിയ തമാശ തന്നെയാണ്. അതായത് വലിയ വലിയ കൊലപാതകങ്ങളും അതുപോലെ കോടികളുടെ തട്ടിപ്പുമെല്ലാം അന്വേഷിച്ചിറങ്ങുന്ന അന്വേഷണ സംഘത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടെത്തിയ അന്വേഷണ സംഘത്തെയും അതിൻ്റെ തെളിവ് സഹിതം പൊക്കിയെടുത്ത ഈ അന്വേഷണ സംഘത്തെയൊക്കെ കേരളത്തിൽ ഒരുപാട് കണ്ടതാണ്. എന്നാൽ ഇങ്ങനെ ഗർഭമുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന സർക്കാർ അത് പിണറായി സർക്കാർ മാത്രമായിരിക്കും.